ഹലോ അംബിക മോളെ ആവശ്യപ്പെട്ട അനുസരിച്ച് അമ്മ ചീമച്ചേമ്പ് തോരൻ വെക്കുകയാണ്. ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിതൊന്ന് വേകട്ടെ. വെന്ത ശേഷം നമുക്ക് ഇത്രയും തേങ്ങയും പച്ചമുളകും ലേശം മുളക് പൊടിയും മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ചുവന്നുള്ളിയും കൂടെ ചതച്ച് പകുതി വേഗാകുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്കിടണം. ഒന്നുകൂടെ ഒന്ന് അരപ്പൊക്കെ വെന്ത് കിട്ടാൻ. നമ്മുടെ ചേമ്പ് തേണ്ട നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറിയ വെള്ളമേ ഉള്ളൂ. ഈ അരപ്പൂടെ ഒന്ന് കിടന്നൊന്ന് വേകട്ടെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്ക് ഈ അരപ്പിട്ട് നമുക്ക് ഒരു 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 1.5 മിനിറ്റ് കൂടെ ഒന്ന് ഇരുന്നോട്ട്. കാരണം അരപ്പും വേകണ്ട. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്കതങ്ങ് ഊറ്റിയെടുത്ത് ആവശ്യത്തിന് വെള്ളം ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് അരപ്പിട്ട് വെച്ചാൽ മതി. ഓക്കെ, അവിടെ തോരൻ തേണ്ട അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വെന്ത് കണ്ട മോളെ. ഇനി നമുക്കിത് കടുക് വറുത്തെടുക്കാം. നമുക്കിത് കടുക് വറക്കാൻ തേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് ചേമ്പായതുകൊണ്ട് സ്വല്പം വെളിച്ചെണ്ണ നമുക്ക് കൂടുതൽ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്ത ശേഷം ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ 2 അരി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഈ തോരൻ. നന്നായിട്ട് നമുക്കതിൻ്റെ കൂടെ തന്നെ 2 അരി കൂടി ഇട്ട് കൊടുക്കണം. നല്ലതാണ്. കണ്ടോ അരിയൊക്കെ നന്നായിട്ട് മൂത്തു. അപ്പം നമുക്കിനി ഈ ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിത് കടുക് വറക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ചേമ്പ് തോരൻ വെക്കണം. കൊച്ചു ചേമ്പാണെങ്കിലും നമുക്കിതുപോലെ തോരൻ വയ്ക്കാം. അപ്പം കണ്ടോ മോളെ. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ, വേറെ സെർവ് ചെയ്തില്ല മോളെ ഞാൻ. അപ്പം നമ്മുടെ ഈ പാത്രത്തിൽ തന്നെ ഇരിക്കട്ടെ. അപ്പം തോരൻ കണ്ടല്ലോ. അപ്പം ഇതുപോലെ ഒന്ന് വെച്ചാട്ടെ. ഓക്കെ, താങ്ക് യു.